എല്ലാവരും സുഖമല്ലേ? ഇന്ന് അരി റൊട്ടി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഇത്. നമ്മൾ പൊടി കുഴച്ചിട്ടും ചെയ്യും, അരി കുതിർത്ത് അരച്ചിട്ടും ചെയ്യും. പൊടി കുഴച്ച് ചെയ്യുമ്പം കുറച്ച് ടഫായിട്ട് തോന്നും. ഈ കുതിർത്ത് ചെയ്യുമ്പം നല്ല ക്രിസ്പി ആയിട്ടും ഫ്ലേക്കി ആയിട്ടും ഉണ്ടാവും. ഇതിന് മട്ട അരി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിന് പല വേരിയേഷൻ ഉണ്ട്. ഇതിനകത്ത് വെറും പ്ലെയിൻ ഉപ്പും തേങ്ങയും മാത്രം ഇട്ടിട്ടും ചെയ്യും. പിന്നെ മുളക്, കരിവേപ്പില, ചെറിയുള്ളി അതൊക്കെ ഇട്ട് ചെയ്യും. ഇതിപ്പോൾ മട്ട അരി ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇതിന് മട്ട അരി തന്നെ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും പുഴുക്കലരിയോ എടുത്ത് നോക്ക് നിങ്ങൾ. പിന്നെ എന്നിട്ട് ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തു. മിക്സിയിലിട്ടിട്ട് അരയ്ക്കുമ്പം കുറച്ച് വെള്ളം ജാസ്തി വേണ്ടി വരും. അത് നമുക്ക് പിന്നെ ഒരു തുണിയിലിട്ടിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടും. ഇതിപ്പം ഞാൻ അരച്ചിട്ട് ഒരു മസ്ലിൻ ക്ലോത്തിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് എക്സസ് വാട്ടർ നമുക്ക് പിന്നെ ഇതിന് പരത്തുമ്പോൾ യൂസ് ചെയ്യാൻ എടുക്കാം. കണ്ടില്ലേ, മിക്സിയിൽ കൂടുതൽ വെള്ളമുള്ള പോലെ ഉണ്ടാവും, പക്ഷെ അരച്ച് വരുമ്പം ഈ ഒരു തിക്നെസ്സിലൊക്കെ തന്നെ കിട്ടും. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മിക്സി കേടായി പോവും. ഗ്രൈൻഡറിൽ ചെയ്യുമ്പം കൂടുതൽ നന്നായിട്ട് കിട്ടും. ആ ഒരു കറക്റ്റ് അരഞ്ഞിട്ട് ഈ തരിതരിപ്പൊന്നും അധികം ഉണ്ടാവില്ല. രണ്ടിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കറക്റ്റ് പാകം കിട്ടിയിട്ടുണ്ട്. ഇത്ര വെള്ളമേ ബാക്കിയുള്ളൂ. ഈ വെള്ളം നമുക്ക് പിന്നെ ഇതിന് കുറച്ച് ഡ്രൈനെസ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പരത്തുമ്പം ഈ വെള്ളം തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ മാവിൻ്റെ അകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ, ഞാൻ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രഷ് തേങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും, പിന്നെ മാവിനും ഒക്കെ ഒരു മോയിസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ജീരകം ഇട്ടിട്ടുണ്ട്, അതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക്, പിന്നെ കരിവേപ്പില. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഇടാം, അല്ലെ സവാള ഇടാം, പെരിഞ്ജീരകം വേണമെങ്കിൽ ഇടാം. ബേസിക്കായിട്ട് വേണ്ടത് തേങ്ങയും ഉപ്പുമാണ്. ബാക്കിയൊക്കെ ഇഷ്ടമുള്ള പോലെ ഇടാം. ഈ മാവന്നെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് വടയൊക്കെ ചെയ്യുന്ന പോലെയും ചെയ്യാം, അതും വളരെ നന്നായിട്ടുണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. ഡ്രൈനെസ് കൂടുതലുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൂണിലെടുത്ത് ഇട്ടിച്ചാൽ മതി. ഇതിന് വേണ്ടിയിട്ട് പിന്നെ കാസ്റ്റ് അയൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അപ്പോഴേ നല്ല മൊരിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണ്ടയാക്കിയിട്ട് അതിനെ പരത്തിയെടുക്കാം. കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുക. കൈ മോയിസ്റ്റ് ആക്കാൻ നോക്കുക, അപ്പോഴേ നന്നായി പരത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഫസ്റ്റ് ടൈമൊക്കെ ആക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പാറ്റീസ് ആക്കിയാൽ മതി. അപ്പം നമ്മളിങ്ങനെ തിരിച്ചിടുമ്പം പൊട്ടാണ്ട് കിട്ടും. ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 മിനിറ്റൊക്കെ ആയപ്പം ഏകദേശം ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലിപ്പ് ചെയ്തു. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾ. എണ്ണ എത്ര കൂടുതലിടുന്നോ അത്രയും നന്നായിട്ടുണ്ടാവും. പിന്നെ ഈ എണ്ണ അകത്തേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടുകത്തിൻ്റെ എഡ്ജ് കൊണ്ട് ഇങ്ങനെ സ്ലിറ്റ്സ് ആക്കി കൊടുക്കും.
എന്നിട്ട് ആണ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്തോട്ടും കയറിയിട്ട് നല്ല രുചിയാവും, ക്രിസ്പിയാവും അകത്തൊക്കെ. ഇത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ. ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി മേലെ. ഒന്നും കൂടി അപ്പുറത്തും ഫ്ലിപ്പ് ചെയ്തിട്ട് നോക്കുക, അവിടെ ഒന്ന് സ്ലിറ്റ്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ഓയിൽ അതിൻ്റെ മേലെ സ്പ്രേ ചെയ്യാം. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇടയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഗ്യാപ്സ് ഉള്ള പോലെ ഉണ്ടാവും ഉള്ളിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട്. എന്നാലും നല്ല രുചി തന്നെയാണ് ഉള്ളി ഇട്ടാൽ. ഇതിൻ്റെ കൂടെ കടലക്കറി വളരെ ടേസ്റ്റാണ്. പിന്നെ എല്ലാ നോൺ വെജും നന്നായിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ. അല്ലെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല രുചിയാണ്, പഞ്ചസാര ഇട്ട് കഴിക്കാനും. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പിയും ഫ്ലേക്കി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെ കഴിക്കാൻ വളരെ രുചിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.